ഹലോ, വെൽക്കം ടു കുട്ടനാട്ടുകാരി ചാനൽ. ഇന്ന് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടൊരു ദിവസമാണ് കേട്ടോ. എന്നാന്ന് പറയട്ടെ, ഞാൻ നാട്ടിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ വോട്ട് ചെയ്യുമല്ലോ. പക്ഷേ ഇന്ന് UK വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ തന്ന ഒരു ഒരു ലെറ്റർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലമൊക്കെ ഏത് സ്ഥലത്താണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ലെറ്റർ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ബയോമെട്രിക് കാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഐഡൻറ്റിറ്റി കാർഡില്ലേ, ഫോട്ടോ വെച്ച്, അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 9 മിനിറ്റ് നടക്കാനുള്ളതാണ് ഇതിനകത്ത് നമുക്ക് നോക്കിയിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ആയിരിക്കും എന്നറിയാമല്ലോ ഒരു ഇതിലിരിക്കുക. അപ്പോൾ എനിക്ക് മടിയായിരുന്നു കേട്ടോ, ഈ വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ മടിയായിരുന്നു. അപ്പം നമുക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടും. അപ്പം നമ്മൾ ഭാവിയിൽ ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നതെങ്കിൽ, നമുക്കൊരു വീട് വാങ്ങിക്കണം അല്ലെങ്കിൽ ലോൺ എടുക്കണമെങ്കിലൊക്കെ ഈ ക്രെഡിറ്റ് സ്കോറിനെ നോക്കിയാണ് ബേസ് ചെയ്തിട്ടാണ് അവരതൊക്കെ അപ്രൂവ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ക്രെഡിറ്റ് സ്കോർ കൂടാനൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ വോട്ടിങ്ങിനൊക്കെ പോകുന്നത്. പോയ വഴി തെറ്റിപ്പോയി. അപ്പം നമ്മൾ മാപ്പിട്ടാണ്, പക്ഷെ വഴി തെറ്റിപ്പോയി. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ആരുടെ ചോദിക്കാം, അല്ലെ മോനെ അല്ലെ ചേച്ചി കേട്ടാ ഈ സ്ഥലത്തോട്ട് പോകുന്ന വഴി. ഇവിടെ ദൈവമല്ല ഒറ്റ മനുഷ്യനെ നമ്മൾ കാണത്തില്ല. നമ്മൾ തന്നെ റൂട്ട് കണ്ടുപിടിച്ച് മാപ്പിൽ കണ്ടുപിടിച്ച് പോകും. അപ്പൊ നമ്മളിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കണം. 9 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 12 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ആ സ്ഥലം നോക്കി ഇങ്ങനെ നടന്നോണ്ടിരിക്കുക. നമ്മൾ വോട്ടൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് മാർക്കൊന്നും തരത്തില്ല കേട്ടോ. അവര് ഇവിടെ മാർക്കൊന്നും എടുത്തില്ല. നമ്മുടെ ഐഡന്റിറ്റി കാർഡ് വാങ്ങിക്കും, എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും നമ്മുടെ പേരെന്താണ്, നമ്മുടെ അഡ്രസ്സ് എന്താന്ന് പറയും, ചോദിക്കും. പിന്നെ കാർഡും ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു പെൻസിൽ തരും. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നൊന്നുമല്ല, ഒരു പെൻസിൽ തരും, എന്നിട്ട് ഒരു പേപ്പർ തരും. നമുക്ക് എന്നിട്ട് ആരെയാണ് നമുക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ട് പോവുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മൾ മാർക്ക് ചെയ്ത ആൾ തന്നെയാണോ ജയിക്കുന്നത് പോലെ. അടുത്ത ഒരു പുതുപുത്തൻ എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ബൈ.